السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം അൽ ഇസ്ര ആണ് നമ്മൾ ഇൻഷാ അള്ളാഹ് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത്. സൂറത്തുൽ ഇസ്ര 17-ാമത്തെ അധ്യായമാണ്. ഖുർആനിലെ തർത്തീബ് അനുസരിച്ച്, എന്നാൽ ഖുർആൻ്റെ അവതരണം അനുസരിച്ച് 50-ാമതായി അവതരിച്ചതാണ് ഈ സൂറ. സൂറത്തുൽ ഖസസിന് ശേഷം സൂറത്ത് യൂനുസിന് മുമ്പായാണ് ഈ സൂറ അവതരിക്കുന്നത്. 111 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. 1556 വാക്കുകളും 6480 അക്ഷരങ്ങളുമുണ്ട് ഈ അധ്യായത്തിൽ. 1556 വചനങ്ങൾ, അതിൽ 218 വചനങ്ങൾ ആവർത്തിച്ചു വന്ന് 891 പ്രാവശ്യം, അതാണ് 218 വചനങ്ങൾ ആവർത്തിച്ചു വന്നതാണ്. ആവർത്തിച്ചു വരാത്ത വചനങ്ങൾ, ആവർത്തിച്ചു വരാത്ത വാക്കുകൾ 665 എണ്ണമാണ്. 218 പ്ലസ് 665, അത്രയേ ഉള്ളൂ ഇതിലെ വാക്കുകൾ എന്ന് പറയുന്നത്. അത്രയും വാക്കുകൾ പഠിച്ചാൽ 111 വചനങ്ങളുള്ള സൂറ ഇസ്ര പഠിച്ചവരായി നമുക്ക് മാറാൻ സാധിക്കും എന്നർത്ഥം. അല്ലാ എന്ന ലഫ്ള് ഈ അധ്യായത്തിൽ 10 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 28 അറബി ആൽഫബറ്റിക്സ് അക്ഷരങ്ങളാണ്, ഹർഫുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഖുർആൻ നമ്മൾ മറിച്ച് നോക്കിയാൽ 282 മുതൽ 293 വരെയുള്ള പേജുകളിലാണ് ഇതുള്ളത്. 15-ാമത്തെ ജുസിയിൽ ആരംഭിച്ച് 15-ാമത്തെ ജുസിയിൽ തന്നെ അവസാനിക്കുന്നു. മക്കിയാണ് ഈ അധ്യായം. ഇതാണ് ഈ സൂറയെക്കുറിച്ച് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരുപാട് മഹാ അത്ഭുതങ്ങൾ ഈ സൂറയിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അക്ഷരങ്ങളിലും അതിൻ്റെ ക്രമീകരണത്തിലും അതിൻ്റെ വിഷയവൈവിധ്യങ്ങളിലുമൊക്കെ വല്ലാത്ത കൗതുകമുണ്ട്. ഒരു കൗതുകം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഈ അധ്യായത്തിലെ എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് അലിഫ് കൊണ്ടാണ്. എല്ലാ ആയത്തുകളും, ഒന്നാമത്തെ ആയത്തൊഴികെ. ഒന്നാമത്തെ ആയത്ത് അവസാനിക്കുന്നത് ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് പറഞ്ഞ് റാ കൊണ്ടാണ്. ഇതല്ലാത്ത എല്ലാ ആയത്തുകളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, എല്ലാം അവസാനിക്കുന്നത് അലിഫ് കൊണ്ടാണ്. അത് ഈ സൂറത്തിൻ്റെ ഒരു പുതുമയായി തോന്നുകയാണ്. ഖുർആൻ എന്ന പദം ഈ സൂറത്തിൽ 11 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 69 തവണ ഈ ഖുർആൻ എന്ന പദമുണ്ട്. അതിൽ 11 തവണയും വന്നിട്ടുള്ളത് ഈ സൂറത്തിലാണ്. സൂറത്തുൽ ഇസ്ര മുസബ്ബിഹാത്തുകളിൽ പെട്ടതാണ്. മുസബ്ബിഹാത്ത് എന്ന് പറയുന്ന 7 അധ്യായങ്ങൾ ഖുർആനിലുണ്ട്. അൽ ഇസ്ര, അൽ ഹദീദ്, അൽ ഹഷർ, അസ്സഫ്, അൽ ജുമഅ, അത്തഗാബുൻ, ഇങ്ങനെ 7 അധ്യായങ്ങളുണ്ട്. ഈ 7 അധ്യായങ്ങളിൽ പ്രധാനമായതാണ് സൂറ ഇസ്ര എന്ന് പറയുന്നത്. കാരണം ഈ സൂറത്ത് തുടങ്ങുന്നത് സുബ്ഹാന എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുബ്ഹാന എന്നതാണ് തസ്ബീഹിൽ ഏറ്റവും ശക്തിയുള്ള രൂപം. സുബ്ഹാന, നമ്മൾ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ മുസബ്ബിഹാത്തുകളിൽ അഥവാ തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുന്ന സൂറകളിൽ ഏറ്റവും പ്രധാനമായത് ഇത് എന്ന് പറയാൻ കാരണം. അത് കഴിഞ്ഞാൽ പിന്നെ സുബ്ഹാന എന്ന് പറയുന്ന ആ തസ്ബീഹ് സത്യത്തിൽ അത് എല്ലാ സന്ദർഭത്തിലുമുള്ള തസ്ബീഹാണ്. അത് കഴിഞ്ഞാൽ സൂറത്ത് ഹദീദ്, സൂറത്തുൽ ഹഷർ, സൂറത്തു സഫ്, ഇത് മൂന്നും തുടങ്ങുന്നത് സബ്ബഹ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുബ്ഹാന കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ളത് അതാണ്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, അഥവാ അള്ളാഹു എല്ലാത്തരം ഐബിൽ നിന്നും നഖ്സിൽ നിന്നും ന്യൂനതയിൽ നിന്നും കുറവുകളിൽ നിന്നുമൊക്കെ അള്ളാഹു
മുക്തനാണ്, പരിശുദ്ധനാണ് എന്ന് വരും. പിന്നീട് സൂറത്തുൽ ജുമഅയും സൂറത്തു തഗാബുനുമാണ്. അത് രണ്ടും യുസബ്ബിഹു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ് എന്ന് പറഞ്ഞുകൊണ്ട്. അഥവാ യുസബ്ബിഹു എന്ന് പറയുമ്പോൾ അത് മുദാരി ആഫിയിലാണല്ലോ, ഫ്യൂച്ചർ ടെൻസ് ആണല്ലോ. ഫ്യൂച്ചർ ടെൻസിൻ്റെ പ്രത്യേകത അതിന് ഇസ്തിമ്രാറുണ്ട് എന്നാണ്. അഥവാ ആ തസ്ബീഹ് നടന്നുകൊണ്ടേയിരിക്കും എന്നർത്ഥം. സബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ് എന്ന് പറയുമ്പോൾ ഭൂമിയിലും ആകാശത്തുമുള്ള എല്ലാം അള്ളാഹുവിന് തസ്ബീഹ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. ഏറ്റവും അവസാനമായി സൂറത്തുൽ അലയാണ്. സൂറത്തുൽ അലയിലെ തസ്ബീഹിൻ്റെ വാചകം സബ്ബിഹിസ്മ റബ്ബിക്കൽ അല എന്നാണ്. സബ്ബിഹ് എന്നാണ്. അവിടെയുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. തസ്ബീഹ് ചെയ്യ് എന്ന് ആവശ്യപ്പെടുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത്. തസ്ബീഹ് യഥാർത്ഥത്തിൽ ദിക്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ അത് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മെഹ്റാജ് യാത്രയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അബ്ലിഗ് ഉമ്മത്തക സലാം വനബ്ബിഹും അന്നൽ ജന്നത ഖിആൻ വഅന്ന ഗിറാസുഹാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ എന്ന്. അഥവാ സ്വർഗത്തിലേക്ക് നിങ്ങൾ വളർത്തേണ്ടത്, ആ സ്വർഗത്തിലെത്താൻ വേണ്ടി നട്ടു വളർത്തേണ്ടത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നാണ് എന്ന്. ഇതാണ് ഈ സൂറയെക്കുറിച്ച് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ സൂറയുടെ അവതരണ സമയം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഇസ്രാ സംഭവം ഉണ്ടായ ശേഷമാണ്. ഇസ്രാ സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഇത് അവതരിക്കുന്നത്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തുടങ്ങുന്നത്. നമുക്കറിയാം, ഈ ഇസ്രാ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വലിയ മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മുഅ്ജിസത്ത്, ആ മഹാസംഭവം നബി തിരുമേനിക്ക് ഉണ്ടാകുന്നത് ഏറ്റവും കടുപ്പമുള്ള സന്ദർഭങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോകുമ്പോഴാണ്. ദഅവത്തിൻ്റെ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പോലും വ്യത്യസ്ത രീതിയിലുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹം നേരിട്ടു. പരിഹാസങ്ങൾ ഒരു വഴിക്ക്, അട്ടഹാസങ്ങൾ ഒരു വഴിക്ക്. അത് കുടുംബവും സമൂഹവും അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ കുറച്ച് മുസ്തദഅഫുകൾ അഥവാ ദുർബലന്മാരായ ആളുകൾ മാത്രമാണ് വിശ്വസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരവസ്ഥയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബീവി ഖദീജയും അദ്ദേഹത്തിൻ്റെ താങ്ങായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അബൂ താലിബും നഷ്ടപ്പെടുന്നത്. ഇവർ രണ്ടുപേരുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങി നിർത്തിയിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സമയത്തുള്ള നബിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന്. വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. കാരണം കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നു, പുറത്താക്കാൻ ശ്രമം നടത്തുന്നു. ആ സമയത്താണ് ഉണ്ടായിരുന്ന താങ്ങും തണലുമൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറിയ സഹായത്തിന് വേണ്ടി തായിഫിലേക്ക് പോയി. തായിഫിൽ നബിയുടെ ഉമ്മയുടെ കുടുംബക്കാരുണ്ടായിരുന്നു. അവർ തന്നെ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം അങ്ങോട്ട് ചെന്നത്. പക്ഷേ അവരും അദ്ദേഹത്തെ സ്വീകരിച്ചത് ചരിത്രത്തിലൊക്കെ നമ്മൾ കണ്ടതുപോലെ, വായിച്ചതുപോലെ കഠിനമായി ഉപദ്രവിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹത്തെ അവർ അടിച്ചു, അദ്ദേഹത്തെ അവർ എറിഞ്ഞ് ആട്ടി, അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് പോലും രക്തം വരാവുന്ന രീതിയിൽ അദ്ദേഹത്തെ അവർ ആക്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സങ്കടത്തോടു കൂടിയാണ്, ദുഃഖത്തോടു കൂടിയാണ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടക്കപ്പെട്ടതായി നബിക്ക് അനുഭവപ്പെടുകയാണ്. ഭൂമി വല്ലാത്ത കുടുസായി നബി തിരുമേനിക്ക് തോന്നി. പക്ഷേ ആ സന്ദർഭത്തിലും മഹാനായ റബ്ബ്, മലിക്കുൽ മുലൂക്കായ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്നതാണ് കഴിഞ്ഞ വചനത്തിൻ്റെ
അവസാനം കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടത് ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. എല്ലാവരും നബിയെ, എല്ലാവരും നിങ്ങളെ എറിഞ്ഞാട്ടിയാൽ പോലും നിങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട്. കാരണം അള്ളാഹു ഉള്ളത് തഖ്വയുള്ളവരുടെ കൂടെയാണ്, നന്മ ചെയ്യുന്നവരുടെ കൂടെയാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു. ആ സഹായമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രാ എന്ന സംഭവം. റൂഹുൽ ഖുദ്സ് അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം അതിമനോഹരമായ പ്രത്യേകമായ ഒരു വാഹനം കൊണ്ടുവരികയും അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ആ വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കയറ്റുകയും പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുമ്പോൾ ഒരു വലിയ സന്ദേശം നബി തിരുമേനിക്ക് നൽകുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി ഭൂമിയിലുള്ള എല്ലാ വാതിലുകളും അങ്ങേക്ക് മുമ്പിൽ അടക്കപ്പെട്ടാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആകാശത്തിൻ്റെ വാതിലുകൾ അങ്ങയുടെ മുമ്പിൽ അടക്കപ്പെടുകയില്ല, അത് തുറന്നു തന്നെ നിൽക്കും എന്ന്. അതാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരും ബഹിഷ്കരിച്ചു, എല്ലാവരും ആട്ടിപ്പുറത്താക്കി, അപ്പോൾ അള്ളാഹു ചേർത്ത് പിടിച്ചു. അതാണ് അള്ളാഹുവിൻ്റെ രീതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തിരുമേനിയെ പിന്നീട് ഇസ്രാഇന് ശേഷം മിഅ്റാജ് നടത്തി, ആകാശാരോഹണം. ഇസ്രാ എന്നത് മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കുള്ള അതിമനോഹരമായ യാത്രയായിരുന്നു മിഅ്റാജ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തിരുമേനിയെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനും തിരുമേനിയുടെ മഹത്വം തിരുമേനിക്ക് തന്നെ ബോധ്യപ്പെടുത്താനും വേണ്ടിയായിരുന്നു. അദ്ദേഹമാണല്ലോ അഫ്ളലുൽ ബഷർ, മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും വൃത്തിയുള്ള ശുദ്ധിയുള്ള മഹാനായ മനുഷ്യൻ. അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി, സംസ്കരിച്ചു, വളർത്തി. ഏതുത്തരവാദിത്വവും ഏറ്റെടുക്കാൻ സബറോടുകൂടി ഏതുത്തരവാദിത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ സന്നദ്ധമാക്കുകയായിരുന്നു. അതിലൂടെയാണ് മസ്ജിദുൽ അഖ്സ യഥാർത്ഥത്തിൽ മിഅ്റാജ് നടന്ന കേന്ദ്രം എന്ന നിലക്കാണ്, ഇസ്രാഉം മിഅ്റാജും നടന്ന കേന്ദ്രം എന്ന നിലക്കാണ് മസ്ജിദുൽ അഖ്സ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നത് എന്നർത്ഥം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി ഏകദേശം 12 വർഷം കഴിയുമ്പോഴാണ് ഈ ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടാകുന്നത്. ആ സന്ദർഭം ഈ രീതിയിൽ നബി തിരുമേനിക്ക് ഏറ്റവും കടുപ്പമുള്ള പ്രയാസം അനുഭവപ്പെടുന്ന, നബിയെ കഠിനമായി ദ്രോഹിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു എന്നതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സന്ദർഭങ്ങളിൽ അനാവശ്യമായ പല ആവശ്യങ്ങളുമായി അവർ വന്നു. പല അത്ഭുതങ്ങളും തിരുമേനി കാണിക്കണം എന്നവരാവശ്യപ്പെട്ടു. ഈ അധ്യായത്തിൽ തന്നെ 90 മുതൽ 93 വരെയുള്ള വചനങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സമയത്ത് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവര് നബി തിരുമേനിയോട് പറയുന്നത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ആവശ്യങ്ങളായിരുന്നു. അത്ഭുതങ്ങൾ കാണിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു തആല അതിന് മറുപടിയും കൊടുത്തു. യഥാർത്ഥത്തിൽ ഇത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, നബി തിരുമേനിയെ കളിപ്പിക്കുക, തമാശയാക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അവർ പറഞ്ഞു നബിയോട്, ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർദി യംബൂഅ. 90-ാമത്തെ വചനം അങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഉറവ് ഒഴുക്കിത്തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. ഒന്നാമതായി അവർ ആവശ്യപ്പെട്ടത് ആ മരുഭൂമിയിൽ ഒരു ഉറവ ഒഴുക്കാനായിരുന്നു. വീണ്ടും പറഞ്ഞു, ഔ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഇനബ് ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. അല്ലെങ്കിൽ നിനക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടാകണം, അതിനിടയിലൂടെ സമൃദ്ധമായ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കണം.
അങ്ങനെ ഒന്ന് നിനക്ക് ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. മൂന്നാമതായി അവർ പറഞ്ഞു, ഔ തുസ്ഖിത السماء كما زعمت علينا كسفا ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീല, അല്ലെങ്കിൽ നീ ഇപ്പോൾ വാദിക്കുന്നത് പോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തണം, അല്ലെങ്കിൽ അള്ളാഹുവെയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ ആവശ്യങ്ങളാണ് പറഞ്ഞത്. വീണ്ടും പറഞ്ഞു, ഔ യകൂന ലക ബൈതും മിൻ സുഖ്റഫിൻ ഔ തർഖാ ഫിസ് സമാഇ വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ നുനസ്സില അലൈനാ കിതാബൻ നഖറഉഹു. ഇതായിരുന്നു അവർ പറഞ്ഞത്. അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ആകാശത്തു കൂടി നീ കയറിപ്പോകുന്നത് വരെ, എന്നിട്ട് ആകാശത്ത് നിന്ന് ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ കൊണ്ടുവരുന്നത് വരെ നീ കയറിപ്പോയത് ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഇതായിരുന്നു അവരാവശ്യപ്പെട്ടത്. അള്ളാഹു വളരെ മനോഹരമായൊരു മറുപടി പറഞ്ഞു, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല. നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾ പറഞ്ഞോ, പറയേണ്ടത് എന്താ? സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല, ഞാനൊരു ദൂതനായ മനുഷ്യൻ മാത്രമാണ്. നോക്കൂ നിങ്ങൾ, ഇതായിരുന്നു ആ സമൂഹത്തിൻ്റെ അവസ്ഥ എന്നർത്ഥം. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഈ ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടാകുന്നതും ഇത്തരമൊരു ഘട്ടത്തിലാണ് അവരെ അമ്പരിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മണിക്കൂറുകൾക്കിടയിൽ മക്കയിൽ നിന്ന് പോയി മസ്ജിദുൽ അഖ്സയിൽ പോയി അവിടെ നിന്ന് ആകാശാരോഹണം നടത്തി തിരിച്ചു വരുന്നത്. ഇവരാവശ്യപ്പെട്ട എല്ലാ അത്ഭുതങ്ങളെക്കാളും മഹാ അത്ഭുതം. പക്ഷേ അവിടെയും അവർ പരാജയപ്പെട്ടു എന്നതാണ് സത്യം. നോക്കൂ, ഈ സൂറ ഇസ്രാ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ആ സൂറയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. പ്രധാനമായും മക്കിയ സൂറത്തുകളുടെ പ്രധാന പ്രമേയം അത് തന്നെയാണ് ഇതിൻ്റെയും പ്രധാന പ്രമേയം, അഥവാ വിശ്വാസ ശുദ്ധീകരണം. ശിർക്കില്ലാത്ത, വ്യതിചലനങ്ങളില്ലാത്ത അതിശക്തമായ തൗഹീദ്, അതാണ് ഈ സൂറ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. അതിനുവേണ്ടി നിരവധി തെളിവുകൾ ഈ സൂറയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യണം എന്ന് ഈ സൂറ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുഹമ്മദീയ റിസാലത്തിൻ്റെ, നബി തിരുമേനിയുടെ നുബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും ഒക്കെ അതിശക്തമായ തെളിവുകളും രേഖകളും ഈ സൂറ നമ്മുടെ മുമ്പിൽ നിരത്തുന്നു. അതോടൊപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഈ സൂറയിൽ തുറന്നു കാണിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെക്കുറിച്ചും ഖുർആന്റെ ഹിദായത്തിനെക്കുറിച്ചും ഇഅ്ജാസിനെക്കുറിച്ചും ഈ സൂറ നമ്മളെ പഠിപ്പിക്കുന്നു. ഏറ്റവും അവസാനം ആ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ശിഫയാണെന്ന് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഖുർആനിൻ്റെ അത്ഭുതകരമായ ഈ കാര്യങ്ങളൊക്കെ ഈ സൂറയിലാണ് പ്രതിപാദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സൂറ ആരംഭിക്കുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഇസ്രാ യാത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിമനോഹരമായ വലിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുക പോലും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് ഈ സൂറയുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ തവക്കുലാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിൽ പങ്കുചേർക്കാതിരിക്കുക. അള്ളാഹു മാത്രമാണ് എല്ലാ ഔദാര്യങ്ങളുടെയും യഥാർത്ഥ ഉറവിടം. ആ അള്ളാഹുവിനെ ആയിരിക്കണം നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ടത് എന്ന ശക്തമായ ഒരു പ്രമേയമാണ് ഈ സൂറ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം നശിക്കുമെന്നും അള്ളാഹു മാത്രമാണ് നശിക്കാത്തതെന്നും അവന് മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നും അവൻ ഇറക്കിക്കൊടുത്ത ദീനും ഈ പരിശുദ്ധ ഖുർആനും പിൻപറ്റുമ്പോൾ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥ സന്മാർഗത്തിലെത്തുക എന്നും ഈ സൂറ നമ്മളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ഈ പ്രമേയം 3 ഘട്ടങ്ങളായാണ് ഈ സൂറയിൽ പറയുന്നത്. അത് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് 1 മുതൽ 3 വരെയുള്ള വചനങ്ങളാണ്. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ തവക്കുലും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യവും പരിശുദ്ധിയുമൊക്കെ എടുത്തു കാണിക്കുന്നു.
രണ്ടാമത്തേത് 39 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ്. അത് ഈ സൂറയുടെ മധ്യഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനെ കുറിച്ചും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നതിനെ കുറിച്ചും വളരെ കൃത്യമായി ഈ സൂറ പ്രതിപാദിക്കുന്നു. അവസാനത്തെ ഘട്ടം 105 മുതൽ 111 വരെയുള്ള വചനങ്ങളിലാണ് ഈ പ്രമേയമുള്ളത്. അഥവാ അവിടെ അള്ളാഹു പറയുന്നത് അള്ളാഹു മാത്രമാണ് ഹക്ക്. ഖുർആൻ അള്ളാഹു തീർച്ചയായും അള്ളാഹുവും ഖുർആനും ഹക്കാകുന്നു, ഖുർആനിലുള്ള എല്ലാം ഹക്കാകുന്നു. അതുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ഈ ഖുർആനിനെ നിങ്ങൾ ഫോളോ ചെയ്യണം, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഈ സൂറ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ മുഖ്യ പ്രമേയം എന്ന് പറയാവുന്നത്. അള്ളാഹു ഇതുപോലെയുള്ള സൂറകളുമൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ സൂറക്ക് വ്യത്യസ്തമായ പേരുകളുണ്ട്. നമ്മൾ അൽ ഇസ്ര എന്ന പേര് പറഞ്ഞു. അതിന് കാരണം ഇതിൽ ഇസ്രാഇൻ്റെ കഥ പറയുന്നത് കൊണ്ടാണ്. അതാണ് 1-ാമത്തെ വചനത്തിലുള്ളത്. ആ വചനത്തിൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാ യാത്ര നടത്തിയ രൂപമാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തരുന്നത്. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അമ്പിയാക്കന്മാരുമായി ഒരുമിച്ച് കൂടുകയും ഏറ്റവും നല്ല ഒരു ഗെറ്റ് ടുഗദർ അവിടെ വെച്ച് നടക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇമാമായി നമസ്കരിക്കുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത്, വല്ലതും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് വരുന്ന എല്ലാ സന്ദേശങ്ങളും ഒന്നാകുന്നു. എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നത് ഒരേ സന്ദേശമാകുന്നു. മനുഷ്യ സമൂഹം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെല്ലാവരും ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ, നിങ്ങൾ ഒരു സമൂഹമാണ്, വ്യത്യസ്ത സമൂഹമായി മാറി നിൽക്കേണ്ടവരല്ല എന്നതാണ് ഈ നമസ്കാരം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിനുശേഷം ഈ സൂറക്ക് മറ്റൊരു പേരുള്ളത് സൂറ ബനു ഇസ്രായേൽ എന്നാണ്. ബനു ഇസ്രായേൽ എന്നതിന് പേര് കിട്ടാനുള്ള കാരണം ബനു ഇസ്രായേലിൻ്റെ കഥ ഈ സൂറയിൽ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് എന്നതാണ്. ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്, അവർ ഭൂമിയിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹു അവരുണ്ടാക്കിയ ഫസാദ് കാരണമായി അവർ ശിക്ഷിച്ചതിനെക്കുറിച്ചും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു പേര് ഇതിനുള്ളത് സുബ്ഹാന എന്നാണ്. സുബ്ഹാന എന്ന വാക്കുകൊണ്ടാണല്ലോ ഈ സൂറ ആരംഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു, മുസബ്ബിഹാത്തുകളിൽ തസ്ബീഹിനെ കുറിച്ച് പറയുന്ന സൂറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂറ ഇതാകുന്നു. കാരണം സുബ്ഹാന എന്ന വാക്കാണ് അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നതിൽ ഏറ്റവും മനോഹരമായ വാക്ക് എന്നർത്ഥം. ഈ സുബ്ഹാന എന്ന് പറയാനുള്ള കാരണം, സത്യത്തിൽ അങ്ങനെ ഈ അധ്യായം ആരംഭിക്കാനുള്ള കാരണം വളരെ കൃത്യമായി നമ്മളിതിൻ്റെ മുഖ്യ പ്രമേയം ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യം. തൗഹീദിനെ കുറിച്ചാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യം. അതുപോലെ തന്നെ തുടങ്ങുന്നതാകട്ടെ അതിമനോഹരമായ, മനുഷ്യന് അന്ന് ഒരു പക്ഷേ വിശ്വസിക്കാൻ സാധിക്കാത്ത ഇസ്രാ എന്ന മഹാസംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യ ചിന്തകൾ മുഴുവൻ അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ ഖുദ്റത്തുകളിലേക്ക് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കണം എന്നത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ സൂറ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹു തആല ഒരു കാര്യം സംഭവിക്കണമെന്ന് വിചാരിച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അത്രയേ ഉള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു കുൻ എന്ന ഓർഡർ ഇറക്കും, ഉണ്ടാകുക എന്ന ഓർഡർ ഇറക്കും. ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഫയകൂൻ, അപ്പോഴുണ്ടാകും. ഇതാണ് അള്ളാഹുവിൻ്റെ ശക്തി. ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾക്കുണ്ടാകേണ്ട ശക്തമായ ചിന്ത. അതാണ് ഈ അധ്യായം മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായവും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.